ശാന്തി. 11/7/70 अव्यक्त बाप दादा. मुरलिയുടെ सारम. संगम युग की डिग्री और भविष्य की प्रारब्ध. സംഗമയുഗത്തിൻ്റെ ഡിഗ്രിയും ഭാവിയിലെ പ്രാപ്തി അഥവാ പ്രാരബ്ധവും. आज बाप दादा सभी स्टूडेंट्स की पढ़ाई बाद क्या क्या डिग्री प्राप्त की है वह देख रहे हैं. ഇന്ന് ബാപ് ദാദ എല്ലാ വിദ്യാർത്ഥികളുടെയും പഠിത്തത്തിന് ശേഷം എന്തെല്ലാം ഡിഗ്രി പ്രാപ്തമാക്കി അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. इस पढ़ाई की डिग्री कौन सी मिलती है? ഈ പഠിത്തത്തിൻ്റെ ഡിഗ്രി ഏതാണ് കിട്ടുന്നത്? ഡിഗ്രി മിൽനി ഹേ വ മിലി ഹേ. ഡിഗ്രി ഇനി കിട്ടണമോ അതോ കിട്ടിക്കഴിഞ്ഞു? പഠായി കെ ബാദ് ഡിഗ്രി മിൽത്തി ഹേ ന. പഠിത്തത്തിന് ശേഷം ഡിഗ്രി കിട്ടുമല്ലോ. तो इस संगम पर आपको क्या मिलेगा? സംഗമത്തിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോൾ ബാബ നമ്മളെ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ച് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിത്തത്തിന് ശേഷം തീർച്ചയായിട്ടും ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് സംഗമത്തിൽ എന്ത് ഡിഗ്രിയാണ് കിട്ടുന്നത്? അത് കിട്ടിക്കഴിഞ്ഞു അതോ ഇനി കിട്ടണോ? ബാബ ചോദിക്കുകയാണ്. സമ്പൂർണ്ണ ഫരിസ്ത വ അവ്യക്ത ഫരിസ്ത. അപ്പം ബാബ പറയാണ് സമ്പൂർണ്ണ ഫരിസ്ത അഥവാ അവ്യക്ത ഫരിസ്ത, ഇതാണ് സംഗമയുഗത്തിലെ നമ്മുടെ ഡിഗ്രി എന്ന് പറയുകയാണ്. और देवी पद है भविष्य की प्रारब्ध. ദേവീ പദവിയാണ് ഭാവിയിൽ നമുക്ക് കിട്ടുന്ന പ്രാരബ്ധം അഥവാ ഭാഗ്യം. तो अब की डिग्री है संपूर्ण अव्यक्त फरिश्ता. സംഗമയുഗത്തിലെ ഡിഗ്രിയാണ് संपूर्ण अव्यक्त फरिश्ता. इस डिग्री की मुख्य क्वालिफिकेशन कौन सी है? അപ്പോൾ ഈ ഡിഗ്രിയുടെ മുഖ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതേതൊക്കെയാണ് എന്ന് ബാബ ചോദിക്കുകയാണ്. സമ്പൂർണ്ണ ഫരിസ്ത അഥവാ അവ്യക്ത ഫരിസ്തയുടെ പൂർണ്ണമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? और कहाँ तक हर एक स्टूडेंट इसमें क्वालिफाइड बना है यह देख रहे हैं. എവിടം വരെ ഓരോ വിദ്യാർത്ഥിയും ഇതിൽ ക്വാളിഫൈഡായി കഴിഞ്ഞു അതും കൂടി ബാബ നോക്കുകയാണ്. അപ്പോൾ ക്വാളിഫിക്കേഷനും ബാബ നോക്കുന്നുണ്ട്, എത്ര പേര് ഇതിൽ ക്വാളിഫൈഡായി കഴിഞ്ഞു അതും ബാബ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. जितना क्वालिफाइड होगा उतना ही औरों को भी क्वालिफाइड बनाएगा. അപ്പോൾ എത്രമാത്രം അതിനുള്ള കഴിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ അത്രയും മറ്റുള്ളവരിലേക്കും അത് കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലെങ്കിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ക്വാളിഫൈഡ് ജോ ഹോങ്ക വഹ് ബനായേഗ ക്വാളിറ്റി. അപ്പം ബാബ പറയുന്ന രീതിയിലുള്ള ആ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു എങ്കിൽ അവർ തയ്യാറാക്കുന്നവരിൽ ആ ക്വാളിറ്റി ഉണ്ടാകും. അവർ ജോ നെഹി ഹോങ്ക വഹ് ബനായേഗ ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാളിഫൈഡ് അല്ലാത്തവർ ബാബ പറയുകയാണ് അവർ തയ്യാറാക്കുന്നത് ക്വാണ്ടിറ്റി ആയിരിക്കും, എണ്ണം മാത്രമായിരിക്കും. तो आज सभी की क्वालिटीज़ देख रहे हैं. ഇന്ന് ബാബ എല്ലാവരുടെയും ക്വാളിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
देखा जाता है ना कि किन किन क्वाളിറ്റീസ് में ക്വാളിഫൈഡ് हैं. ഇപ്പോൾ സാധാരണ തന്നെ അങ്ങനെ നോക്കാറുണ്ടല്ലോ. ഇപ്പോൾ സാധാരണ വിദ്യാഭ്യാസത്തിൽ തന്നെ ഇക്കാര്യം എല്ലാവരും നോക്കാറുണ്ട്, എത്രമാത്രം ക്വാളിഫൈഡ് ആണ്. അപ്പം ബാബയും പറയുകയാണ്, ബാബ ഏതേതെല്ലാം ക്വാളിറ്റീസിൽ കുട്ടികൾ ക്വാളിഫൈഡ് ആണ് അത് മറ്റുള്ളവർ നോക്കുന്നത് പോലെ തന്നെ ബാബയെ നോക്കുകയായിരുന്നു എന്ന്. तो यहाँ मुख्य क्वालिटीज़ में एक तो देख रहे हैं कि कहाँ तक नॉलेजफुल बने. അപ്പോൾ ഇവിടെ ബാബ നോക്കുന്ന ക്വാളിറ്റീസിൽ ആദ്യം നോക്കുന്ന ഇതാണ്, കുട്ടികൾ എത്രമാത്രം നോളജ്ഫുൾ ആയി എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെ ആധാരം ജ്ഞാനമാണല്ലോ, അറിവാണ്. അപ്പോൾ കുട്ടികൾ എത്രമാത്രം ഫുൾ നോളജ് വന്നിട്ടുണ്ട്, ആ ക്വാളിറ്റി എത്രമാത്രം വന്നിട്ടുണ്ട് എന്ന് ബാബ ഓരോരുത്തരിലും നോക്കുകയായിരുന്നു എന്ന്. നോളജ്ഫുൾ കെ സാത്ത് ഫെയ്ത്ത്ഫുൾ, സക്സസ്ഫുൾ, പവർഫുൾ और സർവീസബിൾ കഹാൻ തക്ക് ബനെ. അപ്പോൾ എവിടം വരെ ക്വാളിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റീസിൽ ഏറ്റവും ആദ്യം ബാബ നോക്കുന്നത് നോളജ് എത്രമാത്രം വന്നിട്ടുണ്ട്, നോളജ്ഫുൾ എത്രമാത്രം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എത്രമാത്രം ഫെയ്ത്ത്ഫുൾ ആയിട്ടുണ്ട്, പിന്നെ അതേപോലെ സക്സസ്ഫുൾ എത്രമാത്രമായി, പിന്നെ പവർഫുൾ और സർവീസബിൾ. ഇത് ഓരോരുത്തരും എത്രമാത്രം വന്നിട്ടുണ്ട്, ഈ ക്വാളിഫിക്കേഷൻ ബാബ നോക്കുകയായിരുന്നു എന്ന്. इतनी क्वालिटीज़ अगर सभी में आ जाए तो फिर डिग्री मिल जाएंगी. ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും വന്നു കഴിഞ്ഞാൽ ബാബ പറയാം പിന്നെ ഡിഗ്രി എല്ലാവർക്കും കിട്ടുമല്ലോ. तो हर एक को यह देखना है कि इन क्वालिटीज़ में कौन सी क्वालिटीज़ धारणा हुई है. അപ്പോൾ ഓരോരുത്തരും ഇത് ചെക്ക് ചെയ്യണം, സ്വയം തന്നിൽ തന്നെ നോക്കണം. ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും എന്നിൽ എത്രമാത്രം വന്നിട്ടുണ്ട്, ഞാൻ ഏതെല്ലാം ക്വാളിറ്റീസ് എന്നിൽ ധാരണ ചെയ്തിട്ടുണ്ട് എന്ന് കുട്ടികൾ നോക്കണം. നോളജ്ഫുൾ അർത്ഥാത് ബുദ്ധി में ഫുൾ നോളജ് की ധാരണ. നോളജ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ബുദ്ധിയിൽ ഫുൾ നോളജിൻ്റെ ധാരണ, അതെത്രമാത്രം വന്നിട്ടുണ്ട് അതാണ് ബാബ നോക്കുന്നത്. जितना नॉलेजफुल होगा उतना ही वह सक्सेसफुल होंगी. എത്രമാത്രം നോളജ്ഫുൾ ആണോ അത്രയും സക്സസ്ഫുൾ ആകും, അത്രയും വിജയം ഉണ്ടാകും. ബുദ്ധിയിൽ എപ്പോഴാണോ ഫുൾ നോളജ് വരുന്നത് അപ്പോൾ ബാബ പറയാണ് തീർച്ചയായിട്ടും അവർക്ക് വിജയം ഉണ്ടാകും. अगर सक्सेसफुल कम है तो समझेंगे नॉलेज की कमी है. അഥവാ വിജയം കുറവാണ് ജീവിതത്തിലെങ്കിൽ മനസ്സിലാക്കേണ്ടത് നോളജിൻ്റെ കുറവാണ്, അറിവിൻ്റെ കുറവാണ്. सक्सेसफुल न होने का कारण क्या है? ബാബ പറയുകയാണ് എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആകാത്തത്, വിജയിയാകാത്തതിൻ്റെ കാരണം എന്താണ്? ഫെയ്ത്ത്ഫുൾ കം, ഫെയ്ത്തില്ല, വിശ്വാസത്തിൻ്റെ കുറവാണ്. ഫെയ്ത്ത്ഫുൾ കം ഹേ, വിശ്വാസം കുറവാണ്. ഫെയ്ത്ത്ഫുൾ അർത്ഥാത് നിശ്ചയബുദ്ധി. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർണ്ണ നിശ്ചയബുദ്ധി. एक तो अपने में फेथ, दूसरा बाप दादा में और तीसरा सर्व परिवार की आत्माओं में फेथफुल होना पड़ता है. അപ്പം നിശ്ചയബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം കാര്യത്തിലാണ് നിശ്ചയബുദ്ധി വേണ്ടത് എന്ന് ബാബ പറയുകയാണ്. ഒന്ന് സ്വയം തന്നിൽ പൂർണ്ണമായിട്ട് നിശ്ചയം, അടുത്തത് ബാപ്ദാദായിൽ പൂർണ്ണ നിശ്ചയം, മൂന്നാമത്തേത് ദേവീ പരിവാരത്തിലെ ആത്മാക്കളിൽ പൂർണ്ണമായിട്ട് നിശ്ചയം വെക്കേണ്ടി വരും. ഇത്രയും കാര്യത്തിൽ നിശ്ചയബുദ്ധി വേണം. അങ്ങനെ നിശ്ചയബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ബാബ പറയണു സക്സസ്ഫുൾ ആകുകയുള്ളൂ, വിജയിയാകാൻ കഴിയുകയുള്ളൂ. जितना फेथफुल बनकर निश्चय बुद्धि होकर कोई कर्तव्य करेंगे तो निश्चय बुद्धि की विजय अर्थात फेथफुल होने से सक्सेसफुल हो ही जाता है. അപ്പം ഫെയ്ത്ത്ഫുള്ളായിട്ട് നിശ്ചയബുദ്ധി, എത്രമാത്രം നിശ്ചയബുദ്ധിയായിട്ട് ഏതെങ്കിലും കർത്തവ്യം ചെയ്യുമ്പോൾ
അപ്പം നിശ്ചയബുദ്ധി എന്ന് പറഞ്ഞാൽ വിജയം. അർത്ഥം ഫെയ്ത്ത്ഫുൾ ഹോനേസെ എന്ന് പറഞ്ഞാൽ വിശ്വാസം വയ്ക്കുന്നത് കൊണ്ട്, നിശ്ചയമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകും, വിജയിയായിത്തീരും. ഒന്ന് സ്വയം തന്നിൽ നിശ്ചയം, രണ്ടാമത്തേത് ബാപ്ദാദായിൽ നിശ്ചയം, മൂന്നാമത്തേത് ദൈവീ കുടുംബത്തിലെ എല്ലാ ആത്മാക്കളിലും പൂർണ്ണ നിശ്ചയം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാബു പറയണം, അങ്ങനെ ദൃഢനിശ്ചയത്തോടെ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ ആ കർത്തവ്യത്തിൽ പൂർണ്ണമായിട്ടും വിജയം ഉണ്ടാകും. उसका हर कर्तव्य, हर संकल्प, हर बोल പവർഫുൾ होगा. അവരുടെ ഓരോ സങ്കല്പവും ഓരോ കർത്തവ്യവും ഓരോ ശബ്ദവും ശക്തിശാലിയാകും. ऐसे क्वालिफाइड को ही यह डिग्री प्राप्त हो सकती है. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആത്മാക്കൾക്ക് മാത്രമേ ബാബ നേരത്തെ പറഞ്ഞ സംഗമയുഗത്തിലെ ഈ ഡിഗ്രി പ്രാപ്തമാകുകയുള്ളൂ. അതായത് സമ്പൂർണ്ണ ഫരിസ്ത അഥവാ അവ്യക്ത ഫരിസ്ത, ഈ ഡിഗ്രി അവർക്ക് മാത്രമേ പ്രാപ്തമാകുകയുള്ളൂ. अगर डिग्री को प्राप्त नहीं करते तो क्या होता है मालूम है? അഥവാ ഡിഗ്രിയെ പ്രാപ്തമാക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? കോർട്ട് ദ്വാര ക്യാ നിക്കൽത്താ ഹെ? കോർട്ടിലൂടെ, കോടതിയിലൂടെ എന്താണ് വരുന്നത്? ഡിഗ്രി. ഇപ്പോൾ ബാബു പറയാണ്, സാധാരണ കോടതിയിൽ നിന്ന് നമുക്ക് വിധി കിട്ടുമല്ലോ, അല്ലെങ്കിൽ നോട്ടീസ് കിട്ടാറുണ്ട്. അപ്പോൾ ബാബു പറയണം, അതേപോലെ തന്നെ ഇവിടെയും യാത്തോ ഡിഗ്രി മിലേങ്കി യാത്തോ ഡിഗ്രി നിക്കലേങ്കി. അപ്പം ബാബു പറഞ്ഞു ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും, അല്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് കിട്ടും. ധർമ്മരാജപുരി മേ ബന്ദ് ഹോനേക്ക് ഡിഗ്രി നിക്കലേക്ക്. ധർമ്മരാജപുരിയിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള വിധിയായിരിക്കും വരുന്നത് എന്ന് ബാബ പറയുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് ഡിഗ്രി എടുക്കുന്നില്ല എങ്കിൽ, അതായത് സമ്പൂർണ്ണ ഫരിസ്ത അല്ലെങ്കിൽ അവ്യക്ത ഫരിസ്ത സംഗമയുഗത്തിൻ്റെ ഈ ഡിഗ്രി നമ്മൾ പ്രാപ്തമാക്കണം എന്ന് ബാബ നിർബന്ധപൂർവം പറയുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്ന് നോളജ്ഫുള്ളായിരിക്കണം, പിന്നെ അതേപോലെ ഫെയ്ത്ത്ഫുള്ളായിരിക്കണം, പിന്നെ സക്സസ്ഫുള്ളായിരിക്കണം, പിന്നെ അതേപോലെ തന്നെ ബാബ പറയുകയാണ് പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസബിൾ. അപ്പോൾ എത്രമാത്രം നമ്മൾ പവർഫുൾ ആകുന്നോ അത്രയും നമ്മൾ സർവീസും ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ 4 കാര്യങ്ങൾ നമ്മളിൽ ഫുള്ളായിട്ട് വേണം. പ്രത്യേകിച്ചും ബാബ ഫെയ്ത്ത്ഫുള്ളിനെ കുറിച്ച് പറയുന്നുണ്ട്. നിശ്ചയബുദ്ധി പൂർണ്ണമായിട്ടും വേണം. ഒന്ന് തന്നിലുള്ള നിശ്ചയം, അതേപോലെ ബാപ്ദാദയിലുള്ള പൂർണ്ണ നിശ്ചയം, ഈശ്വരീയ കുടുംബത്തിലെ ദേവീ കുടുംബത്തിലെ ഓരോ ആത്മാക്കളിലും നമുക്ക് നിശ്ചയബുദ്ധി വെക്കേണ്ടി വരും. അങ്ങനെ നിശ്ചയബുദ്ധിയോടുകൂടി നമ്മൾ കർത്തവ്യം ചെയ്യുമ്പോൾ, കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സക്സസ് ആകും, വിജയിയാകും. इसलिए പുരുഷാർത്ഥ കർക്കെ ഡിഗ്രി ലേനി. അതുകൊണ്ട് കുട്ടികൾ പുരുഷാർത്ഥം ചെയ്ത് ഡിഗ്രി എടുക്കണം. ഡിഗ്രി നഹി നിക്കാൽനി ഹെ. ബാബു പറയാണ് നോട്ടീസൊന്നും വരുത്തരുത് എന്ന് പറയുകയാണ്. ജിനോ പർ ഡിഗ്രി നിക്കൽത്തി ഹെ വഹ് ശരമശാരേ ഹോ ജാത്തെ. അപ്പം അങ്ങനെ ആർക്കാണോ നോട്ടീസ് വരുന്നത്, അതായത് ധർമ്മരാജപുരിയിൽ പോകുന്ന രീതിയിലുള്ള നോട്ടീസ് കിട്ടുമ്പോൾ അവർക്ക് ലജ്ജ വരുമല്ലോ, അവർക്ക് വളരെയധികം മോശമായി തോന്നും. इसलिए सदैव चेक करो कि कहाँ तक ക്വാളിഫൈഡ് ബനെ. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യൂ, എവിടം വരെ ഞാൻ ക്വാളിഫൈഡ് ആയി എന്ന്. യഹ് തോ മുഖ്യ ക്വാളിഫിക്കേഷൻ ബതായി. അപ്പം ഇതുവരെ ബാബ കേൾപ്പിച്ചത് മുഖ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. ലേക്കിൻ ലിസ്റ്റ് തോ ബഡി ലംബി. അപ്പോൾ ലിസ്റ്റാണെങ്കിൽ വളരെ വലുതാണ്. ഇത് ക്വാളിഫിക്കേഷൻ ഏതെല്ലാം വേണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് തന്നെ വളരെ വലുതാണ് എന്ന് ബാബു പറയാണ്. ഹർ ക്വാളിറ്റീസ് കെ പീച്ചെ ഫുൾ ശബ്ദ് ബി ഹെ. ഓരോ ക്വാളിറ്റിയുടെയും പിന്നിൽ ഫുൾ എന്നുള്ള ശബ്ദമുണ്ട്. ബാബ നേരത്തെ പറഞ്ഞല്ലോ, നോളജ്ഫുൾ, ഫെയ്ത്ത്ഫുൾ, സക്സസ്ഫുൾ, പവർഫുൾ. അപ്പോൾ അങ്ങനെ ഓരോ ക്വാളിറ്റിയുടെയും പിന്നിൽ ആ ഫുൾ എന്നുള്ള ശബ്ദവും കൂടി ഉണ്ടാകും എന്ന് ബാബ പറയുകയാണ്. ഫെയ്ത്ത്ഫുൾ, പവർഫുൾ.
तो इस रीति से सभी गुणों में फुल हैं तब ഡിഗ്രി मिलेगी. അപ്പം ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഗുണങ്ങളിലും ഫുള്ളാണെങ്കിൽ കുട്ടികൾക്ക് ഡിഗ്രി കിട്ടും. जो इन सर्व गुणों में फुल होगा उनको ही संपूर्ण अव्यक्त फरिश्ते की डिग्री मिलती है. ആരാണോ ഈ പറഞ്ഞ സർവ ഗുണങ്ങളിലും ഫുള്ളാകുന്നത് അവർക്ക് തന്നെയാണ് സമ്പൂർണ്ണ അവ്യക്ത ഫരിസ്തയുടെ ഡിഗ്രി കിട്ടുന്നത്. സബീനെ യഹി ലക്ഷ്യ ജോ രഖാ ഹേ ന. ബാബ ചോദിക്കുക, എല്ലാവരും ലക്ഷ്യം ഇത് തന്നെയല്ലേ വെച്ചിരിക്കുന്നത്? അതെനിക്ക് അവ്യക്ത ഫരിസ്തയാകണം, സമ്പൂർണ്ണ ഫരിസ്തയാകണം, ലക്ഷ്യം ഇതുതന്നെയാണല്ലോ എല്ലാവരുടേതും. അഭി വർത്തമാൻ സമയ കോൻ സാ ഹെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഏതാണ് എന്ന് ബാബ ചോദിക്കുകയാണ്. അഭി ഹെ ബഹുത്ത് നാജൂക്ക് സമയം. ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള, അതായത് ഗൗരവത്തിൽ പോകേണ്ട സമയമാണ്. അഭി നാജിസെ ചലനേക്കാ സമയ നഹി ഹെ. ഇപ്പോൾ വളരെ കോമളമായിട്ട് മൃദുലമായി ജീവിക്കേണ്ട സമയമല്ല. വഹ് നാജ് ബച്ചുപ്പൻ കേ ഥേ. അതായത് ആ സമയം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ കളികളായിരുന്നു. നേരത്തെ കുട്ടികളുടെ പുരുഷാർത്ഥം വളരെ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് അഭിനയത്തോടു കൂടിയൊക്കെ ജീവിച്ചു. ബാബു പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ കുട്ടിക്കളിയായിരുന്നു. അഗർ നാജൂക്ക് സമയമേ ഭി कोई नाजोम से चलेंगे तो റിസൾട്ട് മേ നുക്സാൻ ഹി ഹോങ്ക. അപ്പോൾ സമയം വളരെ മോശമായിട്ടുള്ളിടത്ത്, അല്ലെങ്കിൽ ഗൗരവം എവിടെ കാണിക്കണോ അവിടെ കാണിക്കാതെ വളരെ ഒരു സാധാരണ രീതിയിലാണ് പുരുഷാർത്ഥം ചെയ്തു പോകുന്നത് എങ്കിൽ റിസൾട്ട് വളരെ കുഴപ്പമുള്ളതായിരിക്കും. അതായത് നേട്ടം ഉണ്ടാകുകയില്ല നമുക്ക്. അത് വളരെയധികം കുഴപ്പങ്ങൾ സൃഷ്ടിക്കും സമയത്തിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കുന്നില്ല എങ്കിൽ. ഇസിലിയെ അഭി സംഹാരി മൂർത്ത് ബന്ന ഹെ. ഇപ്പോഴതുകൊണ്ട് സംഹാരി മൂർത്തരാകണം. വികരാൾ രൂപധാരി ബന്ന ഹെ. ഭയാനക രൂപം, അതായത് ഭീകരമായിട്ടുള്ള ഒരു രൂപം ധരിക്കേണ്ട സമയമാണിത്. तो अब दिन प्रतिदिन नाजुक समय होने के कारण സംഹാരി മൂർത്ത് ബന്ന ഹെ. ഇപ്പോൾ ഓരോരോ ദിവസം കഴിയുന്തോറും സമയം കൂടുതൽ കൂടുതൽ മോശമാകുന്നത് കാരണം സംഹാരി മൂർത്തരാകേണ്ടതാണ്. അതായത് ഓരോരുത്തരുടെയും സ്വഭാവത്തിലും സംസ്കാരത്തിലും വളരെയധികം മോശമായിട്ടുള്ള ഒരു സ്വഭാവം കാണുന്നത് കൊണ്ട് ബാബ പറയുകയാണ്, നിങ്ങൾ സംഹാരമൂർത്തരാണ് ഇപ്പോഴാകേണ്ടത്. അർത്ഥം കുറച്ച് ഗൗരവത്തോടെ ശക്തിയുള്ളവരായി തീരണം എന്നതിനൊരു സാരം. സംഹാർ ബി കിസ്ക. എന്തിൻ്റെ സംഹാരമാണ് ചെയ്യേണ്ടത്? അപ്പനെ സംസ്കാരവും തൻ്റെ തന്നെ സംസ്കാരങ്ങളുടെ സംഹാരമാണ് ചെയ്യേണ്ടത് എന്ന് ബാബ പറയുകയാണ്. अपने विकर्मों पर और विकर्मी आत्माएं जो इस समय हैं उन्हों के ऊपर अब विकराल रूप धारण कर 1 सेकंड में भस्म करने का है. അപ്പം തൻ്റെ തന്നെ വികർമ്മങ്ങളുടെ മേൽ വികർമ്മി ആത്മാക്കൾ ആരെല്ലാം ഈ സമയത്തുണ്ടോ അവരുടെ മേൽ വികരാൾ രൂപം, അതായത് ഭയാനക രൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ഭസ്മമാക്കേണ്ടതാണ്. അതായത് വികർമ്മി സ്വഭാവ സംസ്കാരമുള്ള ആത്മാക്കളുടെ ആ വികർമ്മത്തെ 1 സെക്കൻഡിൽ ശക്തിരൂപം ധാരണ ചെയ്തുകൊണ്ട് ഇല്ലാതാക്കേണ്ട സമയമാണിപ്പോൾ. അല്ലാതെ സാധാരണ രീതിയിൽ പോകേണ്ട സമയമല്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ശങ്കർ കെ ലിയെ कहते हैं ना कि 1 സെക്കൻഡ് में आंख खोली और विनाश. ശങ്കറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് 1 സെക്കൻഡിൽ കണ്ണു തുറന്നു എല്ലാം നശിച്ചു, എല്ലാം ഭസ്മമായി എന്നാണ് പറയുന്നത്. യഹ് സംഹാരി മൂർത്ത് കർത്തവ്യക്ക് നിശാനി. ഇത് ഇങ്ങനെ കണ്ണു തുറന്നപ്പോൾ എല്ലാം നശിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മഹിമ വന്നിരിക്കുന്നത് സംഹാരി മൂർത്ത് കർത്തവ്യത്തിൻ്റെ അടയാളമായിട്ടാണ്. ആ സ്മരണയാണ് അങ്ങനെ പാടുന്നത്. കോയിക്കെ വി ഊപ്പർ, ആരുടെ മേലായിരുന്നാലും വികരാൾ രൂപ ബൻകർ, അതായത് ശക്തി രൂപമായിട്ട് ഭയാനക രൂപമായി ദൃഷ്ടി ഡാലി और उनके विकर्मी संस्कारों को भस्म कर दी.
അപ്പോൾ അവരുടെ മേൽ നമ്മൾ ദൃഷ്ടി ഇടുമ്പോൾ തന്നെ അവരുടെ വികർമ്മത്തിൻ്റെ ആ സംസ്കാരങ്ങൾ ഭസ്മമാകണം. അതാണ് കണ്ണു തുറന്നപ്പോൾ തന്നെ ഒരു സെക്കൻഡിൽ നാശമുണ്ടായി ശങ്കരൻ്റെ എന്ന് മഹിമ വരാൻ കാരണം. അപ്പം നമ്മൾ ആ ഒരു സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭീകരമായിട്ടുള്ള ശക്തി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരാത്മാവിനെ ദൃഷ്ടി കൊടുക്കുകയാണെങ്കിൽ അവരിലുള്ള ആ വികർമ്മീ സംസ്കാരങ്ങൾ സെക്കൻഡിൽ തന്നെ ഭസ്മമാകണം. അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ ഈ സമയത്ത് പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. അതിനെ ലാഘവത്തോടെ എടുക്കാൻ പാടില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. तो विकर्म और व्यर्थ कर्म विकर्मियों के ऊपर अब विकराल रूप धारण करना है. അപ്പോൾ വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യർത്ഥകർമ്മം. വികർമ്മ ഔർ വ്യർത്ഥകർമ്മം വികർമ്മികളുടെ മേൽ ഇപ്പോൾ ഭയാനക രൂപം ധാരണ ചെയ്യണം. അബ് സ്നേഹി മൂർത്ത് ബി നെഹി അബ് തോ കാളി രൂപ് ചാഹി. ഇപ്പോൾ സ്നേഹി മൂർത്തല്ല ആകേണ്ടത്, കാളി രൂപമാണ് വേണ്ടത് എന്ന് ബാബ പറയുകയാണ്. വികരാൾ സംഹാരി രൂപ ചാഹി. ഭയാനകമായിട്ടുള്ള സംഹാരി രൂപമാണ് വേണ്ടത്, നശിപ്പിക്കുന്ന രൂപമാണ് വേണ്ടത്. അബ് ലാസ്റ്റ് സമയം, കാരണം ഇപ്പോൾ ലാസ്റ്റ് സമയമാണ്. अब तक अगर विकराल रूपधारी नहीं बनेंगे तो अपने विकर्मों और विकर्मियों का सामना नहीं कर सकेंगे. അപ്പോൾ ഇപ്പോൾ വരെയും വികരാള രൂപധാരിയാകുന്നില്ല, ഭയാനക രൂപധാരിയാകുന്നില്ല, ശക്തി രൂപിണിയാകുന്നില്ല എങ്കിൽ തൻ്റെ തന്നെ വികർമ്മങ്ങൾ അതേപോലെ വികർമ്മികളെ നേരിടാനും സാധിക്കില്ല എന്ന്. അങ്ങനെ ഏതെങ്കിലും വികർമ്മത്തിൻ്റേതായ സംസ്കാരവുമായിട്ട് നമ്മുടെ മുന്നിൽ ആരെങ്കിലും വരുമ്പോൾ അവരുടെ വികർമ്മത്തിൻ്റെ സംസ്കാരത്തെ ഭസ്മമാക്കാനും നമുക്ക് കഴിയില്ല, നമ്മുടെ വികർമ്മത്തിൻ്റെ മേൽ വിജയിക്കാനും നമുക്ക് കഴിയില്ല. അതായത് ഈ സമയത്ത് നമ്മളങ്ങനെ ഭയാനകമായിട്ടുള്ള രൂപം ധാരണ ചെയ്യുന്നില്ല എങ്കിൽ. അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് ഈ സമയം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സമയമാണ്. അതായത് സംസ്കാര സ്വഭാവങ്ങൾ ആത്മാക്കൾ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ബാബയുടെ പുരുഷാർത്ഥി കുട്ടികൾ തന്നിൽ വളരെയധികം ശക്തി നിറച്ച് ശക്തി രൂപിണിയാകേണ്ട സമയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയും വികർമ്മത്തെ നമുക്ക് ഭസ്മമാക്കാൻ കഴിയും. അതേപോലെ വികർമ്മത്തിൻ്റെ സംസ്കാരവുമായിട്ട് നമ്മുടെ മുന്നിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെയും ആ വികർമ്മത്തെ നമുക്ക് ഭസ്മമാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ബാബു പറയുന്നത്, ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ സാധാരണ രീതിയിൽ വളരെ ലാഘവത്തോടെ അങ്ങനെ പോവുകയാണെങ്കിൽ റിസൾട്ട് നന്നായിരിക്കില്ല. അപ്പം നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ നിശ്ചയബുദ്ധിയുള്ള, അതുപോലെ നോളജ്ഫുള്ളായിട്ട്, അതുപോലെ സക്സസ്ഫുള്ളായി പവർഫുള്ളായിട്ട് നമുക്ക് സർവീസബിളാകാൻ കഴിയണം. അങ്ങനെ നമുക്കാകാം എന്നുള്ള ശുഭമായ സങ്കല്പത്തിൽ മുരളി ഇത് ഇവിടെ തീരുകയല്ല, ബാക്കി അടുത്തതിൽ നമുക്ക് കേൾക്കാം. ഓം ശാന്തി.